ചെറിയൊരു പർച്ചേസിന് വേണ്ടി വന്നിരിക്കണ്ട ഞാൻ ചേച്ചി നമ്മളെ സ്വന്തം ബഡ്ജറ്റിൽ സ്വന്തം എന്ന് പറയുമ്പോൾ നമ്മള് സ്വന്തം ഇച്ചാടെ മാമാടെ കട ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പം ഇന്ന് ഞാനൊരു ചെറുതായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എവിടം വരെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ ഒരു ഡേ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇച്ചാക്ക് ഇന്ന് ഓഫ് ഉണ്ടോ, അപ്പോൾ ഇച്ചയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഡേ കാണാം. ആദ്യം തന്നെ ഞാൻ വന്ന് നേരെ മുറ്റടിക്കാൻ നിന്ന് കേട്ടോ. ഈ അടിച്ചു വരുന്ന മഞ്ഞപ്പൂവില്ലേ, ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൂവിടുള്ളൂ, പക്ഷെ പൂവിട്ടാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാണാനുള്ള അടിപൊളിയാണെങ്കിലും ഈ അടിച്ചു വരുന്ന നമ്മളാണല്ലോ. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയ്ക്ക് പോയി. അപ്പം ദേ ഉമ്മി പുട്ടിനുള്ള പൊടി ഒഴിക്കാൻ കേട്ടോ. പുട്ട് സിമ്പിളാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ അത്രക്ക് സിമ്പിളായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് ഉമ്മി തന്നെ കേട്ടോ ഇവിടെ പുട്ടുണ്ടാക്കാറ്. അപ്പം അതിന് വേണ്ട നാളികേരം ഞാൻ ചിരകി കൊടുക്കുന്നുണ്ട്. കാലത്ത് എണീറ്റ് വരുമ്പോൾ നമുക്ക് കേട്ടുകൊണ്ട് വരുന്നത് നൂർ അജ്മീറാണ് കേട്ടോ. സ്ഥിരം മ്യൂസ് അതിൻ്റെ ലൈവാണ് കേട്ടോ. പുട്ടിനപ്പം ഇന്ന് കറി നമുക്ക് കടലക്കറിയാണ്. അപ്പോൾ കടലക്കറിക്കുള്ളതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സവോളയുടെ തോലും ഇതൊക്കെ ഞാനിതേ ഇവിടെ വേസ്റ്റ് ചുട്ടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പണി നമുക്കിന്ന് ബിരിയാണി വെക്കണം. അപ്പോൾ ബിരിയാണി വെക്കാനുള്ള സവോളാണ് ഇനി അടുത്തത് അരിയാൻ പോണത്. ബിരിയാണിക്കുള്ളതെല്ലാം ഞാനിങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നു എന്നുള്ളൂ കേട്ടോ. ഉമ്മി തന്നെയാണ് ഇവിടെ ബിരിയാണി സ്ഥിരം വെക്കാറ്. ഇതിൻ്റെ കൂടെ ഞാൻ കച്ചമ്പറിനുള്ളതും കൂടി അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ തോലളിഞ്ഞ് തരുന്നുണ്ട്. പറയാൻ മറന്നു, നമ്മളുടെ വീട്ടിൽ നിന്ന് ഗസ്റ്റും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിന്ന് ബിരിയാണി കൂടെ വെക്കുന്നത് കേട്ടോ. ഉമ്മിയുടെ ഉമ്മ, അതായത് നമ്മളെ ഉമ്മമ്മയും പിന്നെ ഉമ്മിയുടെ അനിയത്തിയും, അതായത് ഞങ്ങൾ ആമാന്ന് വിളിക്കുക. അപ്പോൾ ആമയും വന്നിട്ടുണ്ട്. ഉമ്മി ഇപ്പോൾ ഓടി പോകുന്നത് ചായ കൊടുക്കാൻ വേണ്ടി അവരെ വിളിക്കാനാണ് കേട്ടോ. അവർ നേരത്തെ ചായ കുടിക്കും. ഞങ്ങളിവിടെ 8-8:30 ആവും ഞങ്ങൾ ചായ കുടിക്കാൻ. അപ്പം ഞാൻ എന്തായാലും അവരെ കൂടെ കുടിക്കുന്നില്ല, ഇച്ച വന്നിട്ട് കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നു. അപ്പോൾ അവരെല്ലാവരും ചായ കുടിക്കാൻ പോകണം കേട്ടോ. അരിയൽ പരിപാടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ കഴുകണം. അപ്പോൾ ചിക്കൻ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ട് ഇനി ചിക്കൻ കഴുകട്ടെ. ഉള്ളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി പോയി അലക്കണം. അപ്പോൾ അലക്കി നിർത്തിക്കിട്ടിട്ട് ഇനി ഫുഡ് കഴിക്കാം. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇനി കാണാം. ഞാൻ എൻ്റെ പണിക്ക് പോയപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുത്തൊന്നുമില്ല. പിന്നെ വന്ന് നോക്കുമ്പോൾ ദേ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്, ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. സവോള, ക്യാരറ്റ്, കുക്കമ്പർ, മല്ലിയില, മുളക്, ഉള്ളി. സവോള എന്ന് പറഞ്ഞില്ലേ ഞാൻ. ബിരിയാണി ഗ്യാസ് പോയാ എന്നാ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഇനി ദുപ്പൂനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ എടുത്തെങ്ങനെ ആക്കിയേ ചാടുന്നു. ബൈ ബൈ, സീ യു. ഇച്ചാ പൂച്ചനെ കിട്ടിയിട്ട് ചേട്ട മാറ്റങ്ങളൊക്കെ എന്താണ്? ഓ ഇറപ്പിന്റെ വലണത്. എന്നിട്ട് പൂച്ചനെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അതിനൊന്ന് പരിപാലിച്ചിട്ടാണ് പോണത്. പിന്നെ ടൈം കിട്ടിയ പൂച്ചനായിട്ട് സ്പെൻഡ് ചെയ്യണം, അതാണ് പിച്ച.
ഇങ്ങനെ ഇപ്പൊ എന്തിച്ച കിളിയനൊന്നും വേണ്ടിച്ചാക്ക് പ്രകൃതിയിൽ ഫസ്റ്റ് കിളി പൂച്ചാണ് നമ്മളെ ദൊപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് കിളികൾ വരുന്നല്ലേ. എന്താ ബിരിയാണി എങ്ങനെയുണ്ട്? കഴിച്ച് ഇനി എന്താ പരിപാടി? പൂവ വിരിക്കിയത് 2 തരം പൂവുണ്ട് കേട്ടോ. ഇത് ശർക്കര ഇട്ട പൂവ്. മാങ്ങ അരിഞ്ഞോണ്ടിരിക്കണ്ട, നമുക്ക് അച്ചാറിടാനുള്ള മാങ്ങ അരിഞ്ഞോണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ പഴുത്ത പോലെ തോന്നും, പക്ഷെ നല്ല പുളിയുള്ള മാങ്ങാണ്. അതെ, ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കണ്ട. ഉമ്മി ഇത് പോളാക്കി തന്ന് ഞാനിതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പൊ ഉമ്മയുടെ സ്പെഷ്യൽ അച്ചാർ, അതായത് മൂത്താപ്പാട് ഉണ്ടായ മാങ്ങ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉമ്മി ഒരു അടിപൊളി അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. നമ്പർ കൊടുക്കലമ്മ ഇല്ല, ഞങ്ങൾ ഭാവിയിലും പ്ലാൻ ചെയ്യുന്നു കേട്ടോ. ഉമ്മിന്റെ ഭയങ്കര ഫേമസ് ആണ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഭയങ്കര ഫേമസ് ആണ് ഉമ്മിന്റെ അച്ചാർ. ഇപ്പൊ തന്നെ പ്രൊമോഷൻ പറഞ്ഞിട്ടാ. ഇല്ല അടിപൊളി അച്ചാറ്. അതെ, മാങ്ങ മുത്തുമാട് കിട്ടിയതാ മാങ്ങ ഇട്ടത്, അതും പിന്നെ പഴമുണ്ട് നമ്മളെ വീട്ടിലുണ്ടായത്. അപ്പൊ അതും കൂടിയിട്ട് നമ്മ ഇത്തമാരെ വീട്ടിൽ മാങ്ങാക്കാലല്ലേ. അതെ, അപ്പൊ ഇത്തമാരെ വീട്ടിൽ കൊണ്ടുകൊടുക്കട്ടോ. നമ്മളിപ്പോ മൂത്തത്താടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വേറെ സാധനം ഉണ്ട്. ഇത് കുഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഞാന് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഉണ്ടാവണമെന്ന് വെച്ചാൽ ഉണ്ടായിക്കോട്ടെ. എന്താ ചെയ്താണ്? എന്താ നിശാഗന്ധി അങ്ങനെ എന്തോ ഗന്ധിയല്ലോ, എനിക്കറിയില്ലേ. ചെടിയാണ്, ചെടിയല്ല അത്. അതിമൊരു പൂവുണ്ടാവും. ആ പൂവ് ഷുഗറിനൊക്കെ നല്ലതാണ്. ഒരു വൈലറ്റ് പൂ, എന്നിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് പറമ്പിലുണ്ടാവുന്നല്ല, അത് വേറെ. എന്തോന്നാ അതിന്റെ പേര് ഒന്നും വേണ്ടേ. ഞങ്ങൾ പൊട്ടിന് കുട്ടി കൊണ്ട് എടുക്കണം. അളിയനില്ല. ഇവാസേ ഇവൂസേ ഇവുമോനെ താത്ത അവിടെ ചെയ്താ എനിക്കിത് മാമുന്നാ. എന്താ മാമുന്നാ? പൂച്ചക്ക് ദപ്പു 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 ദപ്പൂസ് ദപ്പുണ്ണി. 3 പേരാണ്. ഇവിടെ പഠിപ്പുണ്ട് കേട്ടോ. അടുത്ത 10ാം ക്ലാസ്സിക്ക് ഫുൾ A+ വാങ്ങാൻ വേണ്ടിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. മാഷാഅല്ലാ അല്ലേ? ഇത് മദർസത്താ? എന്തൊക്കെ പറഞ്ഞു? വെളുത്തുള്ളി, ചോന്നുള്ളി, പിന്നെന്താ പച്ചമുളക്, കോവക്ക, ഒരു ട്രേ മുട്ട. പുഷ്ടിക്കാൻ തന്നെ അല്ലേ? മാഷാഅല്ലാ. ചവിട്ടി തുറക്കണ ആയിരിക്കും മോഹൻലാലോ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞതേ ഉറങ്ങാനൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കഴിച്ചിട്ട് അളിയനും പൊന്നും പിന്നെ അവരെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരൊക്കെ വന്ന്
അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ താഴെ നിന്ന് മേലേക്ക് വന്നപ്പോഴാണ് ആലോചിച്ചത് ഒട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.